ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് അച്ചാറാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറച്ചി നല്ല ദശയുള്ള ഇറച്ചി എടുത്ത് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഞാനിവിടെ എനിക്ക് കുറച്ച് ഇറച്ചിയേ ഉള്ളായിരുന്നു, അപ്പോൾ അതിൻ്റേതായ കുറച്ച് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെടുത്തിരിക്കുന്ന ആ ഇറച്ചിയുടെ അനുസരിച്ച് ഈ ചേരുവകളും എടുക്കണം. എന്നിട്ട് ഈ ഇറച്ചി കഷ്ണങ്ങൾ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടയിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം ആവിക്ക് വെക്കുക. എന്നിട്ട് അത് എടുത്ത് ആറിക്കഴിയുമ്പം നമുക്ക് ഈ കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ പുരട്ടി അവിടെ മാറ്റി വെക്കുക. അത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഈ കാശ്മീരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഈ കടുകും ഉലുവായും കായവും കൂടെ വറുത്ത് പിടിക്കണം. എന്നിട്ട് ഈ പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വിനാഗിരി ഒഴിച്ച് കുഴച്ച് വെക്കുക. വിനാഗിരി ചില സ്ഥലങ്ങളിൽ നമുക്ക് ചൊറുക്കാന്നും പറയും, അപ്പോൾ അതവിടെ ഇരുന്ന് ഇരിക്കുക. എന്നിട്ട് നമുക്ക് ചീനച്ചട്ടി വെക്കുക. ചൂടാക്കി കഴിയുമ്പം നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ച് ചെറു തീയിൽ കുറേശ്ശെ ഇറച്ചി കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കുക. അത് തീ കുറച്ചിട്ട് ഇച്ചിരി സമയമെടുത്ത് വറുത്തെടുക്കുക, എന്നാലേ അത് വേഗുള്ളൂ, കരിഞ്ഞും പോവുകയില്ല. എന്നിട്ട് അതെടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ കുഴച്ച് വെച്ച മുളകിൻ്റെ അരപ്പ് നമുക്ക് അതും ഈ കരിയാപ്പല കുറച്ച് മുറിച്ച് ഇട്ട് കരിയാപ്പല മുക്കുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇളക്കി ഗ്രേവിയാക്കുക. ഗ്രേവിക്ക് ഇച്ചിരി നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. എന്നിട്ട് അത് ഗ്രേവി കഴിയുമ്പോൾ നമുക്ക് ഈ ഇറച്ചി അങ്ങോട്ട് ഇടാം. ഇറച്ചിയിട്ട് മിക്സ് ചെയ്ത് ഗ്രേവി ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ലപോലെ മിക്സാക്കി അവിടെ മൂടി കൊണ്ട് തട്ടിപ്പൊത്തി വെച്ചാൽ മതി. ഇതിവിടെ കുറച്ചേ ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതവിടെ മൂടി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഒരു കുപ്പി, നല്ല വൃത്തിയായിട്ടുള്ളൊരു കുപ്പി എടുക്കുക. കുപ്പിയുടെ ചുറ്റിനും ഇച്ചിരി നല്ലെണ്ണ തൂത്ത് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇച്ചിരി കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ തിളച്ച വെള്ളത്തിൽ ഈ വിനാഗിരി ഉപ്പും കൂടി ഇട്ട് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് കുപ്പിയിലാക്കുക, നല്ലപോലെ അടച്ചു വെക്കുക. ഇത് 2-3 മാസത്തേക്ക് ഒരു കേടുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. വിദേശത്തേക്കും വേണമെങ്കിൽ കൊടുത്തുവിടാം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.